Hello Leute, welcome back to the channel Europeans World. It's me Anne-Maria. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മൈനെ ഫാമിലിയെ നമ്മൾ ജർമ്മനിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ എങ്ങനെയാണ് നമ്മൾ ജർമ്മനിയിൽ പറയുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ജർമ്മൻ പഠിക്കുന്ന റിലേറ്റീവ്സോ കൂട്ടുകാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ A1 to B2 ലെവൽ ഗ്രാമാറ്റിക് പോർഷൻസ്, വൊക്കാബുലറീസ് ഒക്കെ നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ഗ്രാമാറ്റിക് പോർഷൻസൊക്കെ പെട്ടെന്ന് തന്നെ ക്യാച്ചപ്പ് ചെയ്യാനും ഒരുപാട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഭയങ്കര അധികം ആവശ്യമാണ്. അപ്പോൾ ഒരു പുതിയ യൂട്യൂബർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തേ ഇല്ല. അപ്പോൾ നിങ്ങൾ നമ്മളെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മൈനെ ഫാമിലി എന്ന് തന്നെ പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരും നമ്മുടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, അവരൊക്കെ അല്ലേ. അപ്പോൾ അവരെയൊക്കെ എങ്ങനെയാണ് നമ്മൾ പറയുന്നതെന്നാണ് ആദ്യം നോക്കാൻ പോണത്. അപ്പം അച്ഛന് നമ്മൾ ജർമ്മനിൽ പറയുന്ന ഫാറ്റർ എന്നാണ്, ഡെർ ഫാറ്റർ. അമ്മയ്ക്ക് നമ്മൾ ദി മുട്ടർ, മക്കൾ ദി കിൻഡർ. നമ്മൾ പറയില്ലേ കൂടപ്പറപ്പ് എന്നൊക്കെ പറയില്ലേ, എൻ്റെ കൂടപ്പറപ്പാണിത്. കൂടപ്പറപ്പ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ദി ഗെഷ്വെസ്റ്റർ എന്നാണ്. നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, നമ്മളെന്താ ഔസ്പ്രാഹെ അത് കറക്റ്റായിട്ട് മാക്സിമം നമ്മൾ കറക്റ്റായിട്ട് തന്നെ പറയാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ബ്രദർ അല്ലെങ്കിൽ സഹോദരൻ, ഡെർ ബ്രൂഡർ. മകൻ ഡെർ സോൺ, മക്കൾ ദി ഡോക്ടർ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഫാമിലി, അച്ഛൻ അമ്മയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫാമിലിയിൽ ഗ്രാൻഡ് പേരൻസിനെയാണ് ഓർമ്മ വരും നമുക്ക്. അപ്പോൾ ഇനി അവരെയൊക്കെ എങ്ങനെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഗ്രാൻഡ് പേരൻസിനെ നമ്മൾ ദി ഗ്രോസ് എൽറ്റൺ എന്നാണ് ജർമ്മനിൽ പറയാം. എൽറ്റൺ എന്നുള്ളത് പേരൻസ്, ഇതിൻ്റെ കൂടെ ഒരു ഗ്രോസും കൂടെ ചേർത്താൽ മതി, ഗ്രോസ് എൽറ്റൺ, ഗ്രാൻഡ് പേരൻസ്. അതുപോലെ ഗ്രാൻഡ് ഫാദറിന് നമ്മൾ ഡെർ ഗ്രോസ് ഫാറ്റർ അല്ലെങ്കിൽ ഓപ്പ. അതുപോലെ ഗ്രാൻഡ് മദറിന് ഡെർ ഗ്രോസ് മുട്ടർ അല്ലെങ്കിൽ ഓമ. കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ, പറയാനും നല്ല രസമാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നെങ്കിൽ ഓപ്പ അല്ലെങ്കിൽ ഓമ, ദി ഗ്രോസ് ഫാറ്റർ, ഗ്രോസ് മുട്ടർ. പിന്നെ നോക്കുന്നത് കൊച്ചുമക്കൾ, ദി എങ്കൽ കിൻഡർ. കൊച്ചുമകൻ ദർ എങ്കൽ സോൺ. ഇനി നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ സഹോദരൻ, അതായത് നമ്മുടെ മാമനോ കൊച്ചച്ഛനോ ഒക്കെ, അവരെ നമ്മൾ പറയുന്നത് ദർ ഒങ്കൽ. പിന്നെയുള്ളത് ആൻറ്റി, ദി ടാൻറ്റെ. ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ ഒരു സെക്ഷൻ, എന്താ പറയുക, നമ്മുടെ കൊച്ചുമക്കൾ, മക്കൾ, ഗ്രാൻഡ് പേരൻസ്, ആ ഒരു സെക്ഷനെ നമ്മൾ ജർമ്മനിൽ പറയുന്നത്. ഓക്കെ. പിന്നെ നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് നമ്മുടെ തലമൂത്ത ആൾക്കാരുടെ സെക്ഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഓർമ്മ വരും നമ്മുടെ കസിൻസിനെയാണല്ലേ. അതൊരു വൈബ് തന്നെയല്ലേ, നമ്മൾ കസിൻസ് എല്ലാം കൂടെ ചേർന്ന്. അപ്പോൾ ഇനി അവരെ എങ്ങനെയാണ് പറയുന്നത് നോക്കാം. ദർ കുസിൻ, അത് നമ്മൾ ആൺ കസിൻ എന്നാണ് പറയുന്നത്. ദി കുസിനെ, പെൺ കസിൻ. ഓക്കെ. പിന്നെ നമ്മൾ പറയല്ലേ എൻ്റെ അനന്തരവളാണവൻ, എൻ്റെ അനന്തരവളാണിവൾ എന്നൊക്കെ നമ്മൾ പറയല്ലേ. അപ്പോൾ അനന്തരവൾ എന്ന് പറയുന്നത് ദർ നെഫെ. പിന്നെ അനന്തരവൻ, അവന് നമ്മൾ ദി നിഷ്ടെ. പിന്നെ നമ്മൾ പുരുഷൻ, സ്ത്രീ എന്നൊക്കെ പറയല്ലേ, അതിൽ പുരുഷന് നമ്മൾ പറയുന്നത് ദർ മാൻ, സ്ത്രീക്ക് ദി ഫ്രൗ. പിന്നെ നമ്മൾ കല്യാണം, മാരേജ്, കല്യാണമാണെന്നൊക്കെ പറയല്ലേ, ദി എഹെ. അതുപോലെ ഒരു പുതിയ മാരേജ് കപ്പിൾസാണ് അല്ലെങ്കിൽ ജസ്റ്റ് മാരീഡ് കപ്പിളിനാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന് നമ്മൾ ലാസ്റ്റായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ ഒരു കല്യാണം കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള, അതായത് അമ്മായപ്പൻ, അമ്മായിയമ്മ, അളിയൻ, നാത്തൂൻ, ഇവരെയൊക്കെ എങ്ങനെയാണ് ജർമ്മനിൽ വിളിക്കുക അല്ലെങ്കിൽ പറയുക എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു വധുവിനെയും വരനെയാണല്ലോ അല്ലേ. അപ്പോൾ ആദ്യം വരനെ നമുക്ക് എങ്ങനെ പറയണമെന്ന് നോക്കാം. ദർ എഹെ മാൻ. പിന്നെ വധു ദി എഹെ ഫ്രൗ.
പിന്നെ നമ്മൾ പറയാൻ പോകുന്ന അമ്മായി അച്ഛൻ എന്നുള്ളതാണ്. ദർ ഷ്വിങ്ങർ ഫാറ്റർ. അമ്മായി അമ്മയ്ക്ക് ദി ഷ്വിങ്ങർ മുട്ടർ. നമുക്കൊരു അളിയനൊക്കെ ഉണ്ടെങ്കിൽ ദർ ഷ്വിങ്ങർ ബ്രൂഡർ. അഥവാ നമുക്കൊരു നാത്തൂന ഉള്ളെങ്കിൽ ദി ഷ്വിങ്ങർ സ്വെസ്റ്റർ. മരുമകൻ ദി ഷ്വിങ്ങർ സോൺ. മരുമകളാണെങ്കിൽ ദി സ്വിങ്ങർ ടോക്ടർ. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സ് നമ്മൾ ജർമ്മനിൽ പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, പിന്നെ ബെല്ലൈക്കന് എനേബിൾ ചെയ്ത് ഓളെന്ന് കൊടുക്കണം. പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തൽ വേണമെന്നൊക്കെ ഉള്ളവർ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ തിരുത്തി കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ജർമ്മൻ പഠിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വളരെയധികം ആവശ്യമാണ്. സോ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ചൂസ്.